ഹലോ, ഇപ്പൊ എന്താ ആലോചിച്ച? ഇപ്പൊ പ്രത്യേകിച്ച് ആലോചിക്കാൻ എന്താ? ഒന്നുമില്ല, ചുമ്മാ. അതൊന്നും പറയണ്ട. മനസ്സ് കണിമംഗലത്തായിരുന്നു, അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ അടുത്ത്. സത്യല്ലേ? ചില ഓർമ്മകള് നമ്മളിങ്ങനെ മുള്ളുപോലെ കുത്തി വേദനിപ്പിക്കും. അപ്പൊ അതിനെന്താ വഴി? കുറച്ചു നേരം അത് മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് മാറ്റിവെക്കാൻ പറ്റും? വലിയ ചോദ്യ. എനിക്കതൊരിക്കലും മനസ്സിൽ നിന്ന് മാറില്ല. പക്ഷെ ഇപ്പൊ എന്റെ കൺമുന്നിലുള്ളത് വരുണിന്റെ സങ്കടങ്ങളാ. അതിന് ഞാൻ കൂടെ നിന്നല്ലേ പറ്റൂ. ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഉറങ്ങ. ഉറക്കം പോലും അടുത്തു തുടങ്ങിയിടും. ഉണരുന്നത് എന്തിനാണെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാ. അതിനിപ്പോ എന്താ സംഭവിച്ചേ? ആകാശം ഇടിഞ്ഞു വീണോ? അതോ നമ്മളെല്ലാരും പാതാളത്തിലെത്തിയോ? ഇത്രയുള്ള വരുൺ, ഒരു ചെറിയ ഓർമ്മ വന്നാൽ തകർന്നു പോവാൻ. സത്യമായിട്ട് ഞാൻ കരുതി എന്താണെന്നറിയോ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നട്ടെല്ല് നിവർത്തി മുഖം ഉയർത്തി എന്റെ കെട്ടിയവൻ അങ്ങനെ നിൽക്കുന്ന. ഇനി ആരാടാ ഉള്ളത് വരാൻ പറഞ്ഞിട്ട്? അത് സിനിമയിലെ നായകന്മാർക്കൊക്കെ പറ്റും, ജീവിതത്തിലൊന്നും പറ്റില്ല. ജീവിതത്തിൽ അങ്ങനെ നടക്കുന്നു നോക്ക്, നമുക്ക് നടത്തിയെടുക്കാം. ഒരു കാര്യം ചെയ്യ്, എന്റെ മടിയിലോട്ട് കിടന്നോ. വാ. ആ നമുക്ക് കുറച്ച് കഷ്ടപ്പെടാം. കുറച്ചല്ല, ഒരുപാട്. ഈ ഊണും ഓർക്കൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയില്ലേ, അതുപോലെ. നേടിയെടുത്തിട്ടേ പിന്മാറൂ എന്നൊരു തീരുമാനമില്ലേ, അത് തന്നെ. എന്നിട്ടൊരു ദിവസം അച്ഛനോടും അമ്മയോടും വാക്ക് പറഞ്ഞ പോലെ കണിമംഗലത്തേക്ക് നമ്മൾ പോവും. ഇറങ്ങിയപ്പോ നമ്മൾ തോറ്റവരാ. പക്ഷെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ജയിച്ചവരായിരിക്കണം. ആ, എന്തായാലും ഒരു ഗുണമുണ്ട്. സാധാരണ ഒരു വലിയ വീഴ്ച വരുമ്പോൾ നമ്മൾ ആരെങ്കിലും തേടി പോകും സമാധാനത്തിനായിട്ട്. ഇതിപ്പോ ആ പ്രശ്നമില്ല. മനസ്സ് കൈകാര്യം ചെയ്യാൻ ഒരു ഡോക്ടർ കൂടെ തന്നെ ഉണ്ടല്ലോ. അത് കളിയാക്കല, എന്നാലും ഞാൻ സഹിച്ചു. ഈ പാവത്തിന്റെ മനസ്സ് നേരെയാവാൻ വേണ്ടി അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്.